6 വർഷം ഞാൻ പ്രവാസ ജീവിതം നയിച്ചു. തൊഴിലായി പെയിന്റിംഗ്. പലരും പറയുന്നത് പോലെ പ്രവാസം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്കത് സ്വപ്ന ജീവിതമാണ്, ചിലർക്ക് നല്ല വരുമാനം, നല്ല സൗകര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ. പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ജോലിക്ക് പോകണം. പൊള്ളുന്ന ചൂടിൽ മണിക്കൂറുകളോളം കെട്ടിടങ്ങളുടെ മുകളിൽ കയറി പെയിന്റ് ചെയ്യണം. വൈകുന്നേരം റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശരീരം മുഴുവൻ വേദന. ഒരേ റൂമിൽ 8-10 പേർ. വീട്ടുകാരെ വീഡിയോ കോളിൽ കാണുമ്പോൾ മനസ്സ് നിറയും. പക്ഷേ കോള് കട്ട് ചെയ്താൽ വീണ്ടും ഒറ്റപ്പെടൽ. പെരുന്നാളും വിഷുവും റമദാനും എല്ലാം വീഡിയോ കോളിലൂടെ മാത്രം. ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മണവും, മഴ പെയ്യുമ്പോൾ വീട്ടുമുറ്റത്തിരിക്കുന്ന സന്തോഷവും, നാട്ടിലെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ചായ കുടിക്കുന്നതും, ഇതെല്ലാം അവിടെ വലിയ സ്വപ്നങ്ങളായിരുന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു, ഇനി മതിയായി, എനിക്ക് എൻ്റെ നാട്ടിൽ ജീവിക്കണം. അങ്ങനെ 6 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിലെത്തി വീണ്ടും പഴയ തൊഴിൽ തന്നെ തുടങ്ങി, പെയിന്റിംഗ്. വരുമാനം പ്രവാസത്തേക്കാൾ കുറവായിരുന്നു, പക്ഷേ മനസ്സമാധാനം കൂടുതലായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിറങ്ങാം, ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം, വൈകുന്നേരം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാം. പണം കുറവായാലും ജീവിതം മനോഹരമായിരുന്നു. എന്നാൽ മഴക്കാലം തുടങ്ങിയാൽ പെയിന്റിംഗ് ജോലികൾ വളരെ കുറവായിരിക്കും. ചില ദിവസങ്ങളിൽ ഒരു ജോലി പോലും ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ കോൺട്രാക്ടർ ദിവാകരേട്ടൻ എന്നെ വിളിച്ചത്. എടാ, ഒരു ജോലിയുണ്ട്. ഞാൻ ഉടൻ തന്നെ ചോദിച്ചു, എവിടെയാണ് ഏട്ടാ? അദ്ദേഹം പറഞ്ഞു, ഒരു പഴയ വീടാണ്. അതിൻ്റെ ഉടമകൾ എല്ലാവരും വിദേശത്താണ്. തറവാട് വീട് ഇപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ പാർട്ടി വന്ന് വീട് കാണും. അതിനു മുമ്പ് വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് പെയിന്റ് ചെയ്യണം. ജോലിയില്ലാതിരുന്ന എനിക്ക് അത് വലിയ സന്തോഷമായിരുന്നു. ശരിയേട്ടാ, നാളെ തന്നെ പോകാം. അടുത്ത ദിവസം രാവിലെ ഞാനും എൻ്റെ കൂടെ സ്ഥിരമായി ജോലി ചെയ്യുന്ന 3 പേരും സാധനങ്ങളുമായി അവിടേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിൻ്റെ അല്പം ഉൾവശത്തായിരുന്നു ആ വീട്. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, വലിയ പുരാതന തറവാടൊന്നുമല്ലെന്ന്. പക്ഷേ വർഷങ്ങളായി ആളില്ലാതെ കിടന്നതിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് പുല്ല് അരയ്ക്കൽ വരെ വളർന്നിരുന്നു. ചുമരുകൾ മുഴുവൻ പൊടി, ചില ഭാഗങ്ങളിൽ ചിലന്തിവല, ജനലുകളിൽ കട്ടിയായി പൊടി. വാതിൽ തുറന്നപ്പോൾ പഴകിയ മരം, ഈർപ്പം, അടഞ്ഞ മുറിയുടെ മണം എല്ലാം ഒരുമിച്ച് മൂക്കിലേക്കടിച്ചു. ആദ്യം ക്ലീനിങ് കഴിഞ്ഞിട്ട് മാത്രമേ പെയിന്റിംഗ് തുടങ്ങാൻ പറ്റൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഓരോ മുറിയും വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ ഒരു മുറിയിലേക്ക് പോയത്. ആ മുറിയുടെ വാതിലിൽ പുതിയൊരു വലിയ പൂട്ടുണ്ടായിരുന്നു. വീട്ടിലെ ബാക്കി ഭാഗങ്ങളെല്ലാം തുറന്നു കിടക്കുമ്പോൾ ആ മുറി മാത്രം പ്രത്യേകം പൂട്ടിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, വിദേശത്തുള്ള ഉടമകൾ വിലപിടിപ്പുള്ള സാധനങ്ങളോ രേഖകളോ വെച്ചിരിക്കാം. അത് വലിയ കാര്യമാക്കാതെ ഞങ്ങൾ ബാക്കി ജോലികൾ തുടർന്നു. അന്ന് മുഴുവൻ ക്ലീനിങ് ആയിരുന്നു. 2ാം ദിവസം മുതൽ പെയിന്റിംഗ് ആരംഭിച്ചു. 4 പേരും ഓരോ ഭാഗങ്ങളായി തിരിഞ്ഞ് ജോലി ചെയ്തു. വീട് വലുതായതിനാൽ ഒരാൾ മറ്റൊരാളെ കാണാൻ പോലും പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ 3ാം ദിവസത്തെ ഉച്ചയായി. എല്ലാവർക്കും നല്ല വിശപ്പ്. ഞാൻ ഒരാളെ അടുത്ത ഹോട്ടലിൽ ഭക്ഷണം വാങ്ങാൻ പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് ഭക്ഷണം വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞാൽ പതിവ് പോലെ 10-15 മിനിറ്റ് ഒന്ന് കിടന്ന് വിശ്രമിക്കാറുണ്ട്. അന്ന് എല്ലാവരും നിലത്ത് വിരിച്ച പായൽ കിടന്നതും ഏതാനും നിമിഷങ്ങൾക്കകം ഉറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് മാത്രം എന്തോ കാരണത്താൽ ഉറക്കം വന്നില്ല. വീടിൻ്റെ അകത്ത് അസാധാരണമായ ഒരു നിശബ്ദത. പുറത്ത് മഴ പെയ്യാൻ പോകുന്നത് പോലുള്ളൊരു കാറ്റ്. ജനലിലൂടെ വീശുന്ന കാറ്റിൽ പഴയ മരവാതിലുകൾ ഇടയ്ക്കിടെ ചെറിയ ശബ്ദമുണ്ടാക്കുന്നു. ഞാൻ ചുമരിൽ ചാരിയിരുന്ന് വെറുതെ ആ വീടിൻ്റെ ഓരോ ഭാഗവും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ആ പൂട്ടിയിരുന്ന മുറിയുടെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായി കുപ്പിവളകൾ തമ്മിൽ മൃദുവായി കിലുങ്ങുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ പതിഞ്ഞത്. ആ ശബ്ദം ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കുമെന്നാണ്. പഴയ വീടല്ലേ, കാറ്റ് വീശുമ്പോൾ ജനലുകളോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ തമ്മിൽ തട്ടിയ ശബ്ദമായിരിക്കാമെന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ അടുത്ത നിമിഷം വീണ്ടും അതേ ശബ്ദം. കുപ്പിവളകൾ മൃദുവായി കിലുങ്ങുന്ന ശബ്ദം.
അതിനൊപ്പം ആരോ പതുക്കെ നടക്കുമ്പോൾ കേൾക്കുന്ന പോലെ ഒരു കാൽച്ചുവടിൻ്റെ ശബ്ദവും. ഒരു സ്ത്രീ വീടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ. ഞാൻ കിടന്നിടത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 3 പേരും നല്ല ഉറക്കത്തിലാണ്. ഉച്ചയ്ക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ട് ആരെയും വിളിച്ചുണർത്താൻ തോന്നിയില്ല. ഞാൻ കേൾക്കുന്നത് ശരിക്കും ശബ്ദമാണോ എന്നറിയാൻ ഞാൻ പതുക്കെ ആ മുറിയുടെ അടുത്തേക്ക് നടന്നു. വീടിനുള്ളിൽ ആ സമയത്ത് അത്രയും നിശബ്ദതയായിരുന്നു. എൻ്റെ കാൽച്ചുവടിൻ്റെ ശബ്ദം പോലും എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. മുറിയുടെ അടുത്തെത്തും തോറും ആ കുപ്പിവളകളുടെ കിലുക്കം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. അത് കാറ്റിലുണ്ടാകുന്ന ശബ്ദമല്ല, ഒരു സ്ത്രീ കൈയനക്കുമ്പോൾ വളകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അതേ ശബ്ദം. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരമാകെ ഒരു തണുപ്പ് പടർന്നു. ഞാൻ വാതിലിന് മുന്നിൽ നിന്നു. വലിയ പൂട്ടായിരുന്നു. പൂട്ടിന് പൊടി പിടിച്ചിട്ടില്ല. അതായത് അധികം നാൾ മുമ്പല്ല അത് പൂട്ടിയതെന്ന്. വാതിലിൽ ചെവി ചേർത്ത് കേട്ടു. അപ്പോൾ വ്യക്തമായി കേട്ടു. ആരോ ആ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചില സെക്കൻഡ് നടക്കും, പിന്നെ നിൽക്കും, വീണ്ടും നടക്കും. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഇതെന്താണ്? ഞാൻ പതുക്കെ താഴേക്ക് കുനിഞ്ഞ് വാതിലിൻ്റെ അടിഭാഗത്തെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. അകത്ത് ഇരുട്ടായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ഞാൻ കണ്ടത് ഇന്നും മറക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. ആ മുറിക്കുള്ളിൽ ആരോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന നിഴൽ. വാതിലിൻ്റെ അടിയിൽ ചെറിയ വിടവിലൂടെ പുറത്തുള്ള ടൈലിൽ വ്യക്തമായി പതിയുന്നുണ്ടായിരുന്നു. ഒരാൾ വലത്തോട്ട് നടക്കുന്നു, പിന്നെ തിരിഞ്ഞ് ഇടത്തോട്ട് നടക്കുന്നു, വീണ്ടും തിരിഞ്ഞ് നടക്കുന്നു. ഞാൻ കണ്ണു ചിമ്മി വീണ്ടും നോക്കി. ഇല്ല, തെറ്റിദ്ധാരണയല്ല. ആ നിഴൽ ശരിക്കും ചലിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തൊണ്ട വരണ്ടുപോയി. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം വാതിൽ തുറക്കാൻ പോലും തോന്നി. പക്ഷേ അതെൻ്റെ വീടല്ലല്ലോ. അകത്ത് ആരുടെയെങ്കിലും സ്വകാര്യ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉടമകൾക്ക് പ്രശ്നമാകുമോ? അങ്ങനെ ചിന്തിച്ച് ഞാൻ വാതിൽ തൊട്ടില്ല. പകരം പുറത്തേക്കിറങ്ങി ആ മുറിയുടെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. ജനൽ മുഴുവൻ അടച്ചിട്ടിരുന്നു. ഗ്ലാസ് പഴകി മങ്ങിയിരിക്കുന്നു. അകത്തേക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഗ്ലാസ്സിലൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതേ നിഴൽ. ജനലിൻ്റെ അകത്ത് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ ഒരു കറുത്ത രൂപം. ഞാൻ ശ്വാസം പോലും പിടിച്ചു നോക്കി നിന്നു. ആ രൂപം ഒരു നിമിഷം ജനലിനടുത്തേക്ക് വന്നതുപോലെ തോന്നി. എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് എന്നൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് മാറി തിരികെ അകത്ത് ചെന്നു. ഉറങ്ങിക്കിടന്ന കൂട്ടുകാരെ നോക്കി. അവർക്ക് ഒന്നും അറിയില്ല. അവർ സുഖമായി ഉറങ്ങുകയാണ്. ഞാൻ അവരെ വിളിച്ചുണർത്തണോ എന്ന് പലതവണ ആലോചിച്ചു. പക്ഷേ അവർ എഴുന്നേറ്റ് നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരുടെ അടുത്ത് തന്നെ കിടന്നു. കണ്ണുകൾ അടച്ചു. പക്ഷേ ഉറക്കം വന്നില്ല. ആ നിഴൽ, ആ കുപ്പിവളകളുടെ ശബ്ദം, ആ മുറിക്കുള്ളിൽ ആരോ നടക്കുന്നത് പോലുള്ള കാഴ്ച, അതെല്ലാം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. ഞാനും ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും പെയിന്റിംഗ് ജോലിയിൽ മുഴുകി. പക്ഷേ ആ മുറിയുടെ ഭാഗത്തേക്ക് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും പോയില്ല. മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രം ആ വഴിയിലൂടെ നടന്നു. എന്നാലും അവിടെ കൂടി കടന്നു പോകുമ്പോഴെല്ലാം ആരോ എന്നെ നോക്കി നിൽക്കുന്നത് പോലുള്ള ഒരു വിചിത്രമായ അനുഭവം എന്നെ വിട്ടുമാറിയില്ല. അങ്ങനെ 4-ാം ദിവസവും ഞങ്ങൾ ജോലി തുടർന്നു. വീട്ടിലെ എല്ലാ ചുമരുകളും പെയിന്റിംഗ് ചെയ്തു തീർത്തു. ജനലുകളും വാതിലുകളും വൃത്തിയാക്കി. പുറത്തുള്ള ഭാഗങ്ങൾ കഴിയുന്നത്ര ഭംഗിയാക്കി. പക്ഷേ ആ 4 ദിവസത്തിനിടയിൽ ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചു. ആ പൂട്ടിയ മുറിയുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴെല്ലാം ആ വിചിത്രമായ നിശബ്ദത അനുഭവപ്പെടുമായിരുന്നു. വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ പക്ഷികളുടെ ശബ്ദവും പുറത്തുള്ള കാറ്റിൻ്റെ ശബ്ദവും കേൾക്കും. എന്നാൽ ആ മുറിയുടെ അടുത്തെത്തുമ്പോൾ മാത്രം ചുറ്റുമുള്ള ശബ്ദങ്ങൾ പോലും പെട്ടെന്ന് ഇല്ലാതാകുന്നത് പോലെ തോന്നും. ഞാൻ അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം അവർ ചിരിച്ചേക്കാം, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു കളിയാക്കും. അങ്ങനെ അവസാന ദിവസവും പണി തീർന്നു.
എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ഞങ്ങൾ കോൺട്രാക്ടറുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം ഞങ്ങൾക്ക് കൂലി തന്നു. പൈസ വാങ്ങി പോകാൻ നേരം എൻ്റെ മനസ്സിൽ 4 ദിവസമായി കിടന്നിരുന്ന ഒരു ചോദ്യം വീണ്ടും വന്നു. ഞാൻ മടിച്ച് ചോദിച്ചു, ഏട്ടാ, ആ വീട്ടിൽ ഒരു മുറി മാത്രം പൂട്ടിയിട്ടുണ്ടല്ലോ, അതിലെന്താണ്? അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. ഏത് മുറി? ഹാളിൻ്റെ വലതുവശത്തുള്ള മുറി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെനിക്കറിയില്ല. വീട്ടുകാർ എല്ലാവരും വിദേശത്താണ്. അവർക്കാവശ്യമായ കുറച്ച് സാധനങ്ങൾ അതിൽ വെച്ചിട്ട് പൂട്ടിയതാണ്. താക്കോൽ അവരുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും അത് തുറക്കണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ധൈര്യം കൂട്ടി ഞാൻ അന്നുച്ചയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. കുപ്പിവളകളുടെ ശബ്ദം, ആരോ നടക്കുന്നത് പോലുള്ള കാൽച്ചുവടുകൾ, വാതിലിൻ്റെ അടിയിലൂടെ കണ്ട നിഴൽ, ജനൽ ഗ്ലാസ്സിലൂടെ കണ്ട അതേ രൂപം, എല്ലാം. അദ്ദേഹം മുഴുവൻ കേട്ടു. കേട്ട ശേഷം കുറച്ചു നിമിഷം ഒന്നും പറഞ്ഞില്ല. പിന്നെ ശാന്തമായി പറഞ്ഞു, എടാ, പഴയ വീടല്ലേ, പല ശബ്ദങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും. ഞാനും പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അത് വെറും തോന്നലായിരുന്നെങ്കിൽ ആ നിഴൽ ഞാൻ എങ്ങനെ കണ്ടു? 2 സ്ഥലത്തു നിന്ന് ഒരേ നിഴൽ എങ്ങനെ കണ്ടു? കുപ്പിവളകളുടെ ശബ്ദം ഇത്ര വ്യക്തമായി എങ്ങനെ കേട്ടു? ആ ചോദ്യങ്ങൾക്ക് ഇന്നും എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ആ സംഭവത്തിന് ശേഷം പല പഴയ വീടുകളിലും ഞാൻ പെയിൻറിംഗ് ജോലി ചെയ്തിട്ടുണ്ട്. പകൽ സമയത്തും രാത്രി സമയത്തും, ആളില്ലാതെ കിടക്കുന്ന വീടുകളിൽ പോലും. പക്ഷേ അന്നത്തെ പോലെ ഒരു അനുഭവം പിന്നീടൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ചിലപ്പോൾ ആ വഴിയിലൂടെ പോകുമ്പോൾ ആ വീട് കാണാറുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു വീട് മാത്രം. അവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ടോ അതോ ഇപ്പോഴും അടങ്ങിക്കിടക്കുകയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കുറപ്പുണ്ട്. ആ 4 ദിവസങ്ങളിൽ ഞാൻ കേട്ട ശബ്ദങ്ങളും ഞാൻ കണ്ട നിഴലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. ഇന്നും രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ആ ദിവസം ഓർക്കുമ്പോൾ ആ കുപ്പിവളകളുടെ കിലുക്കം എൻ്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങുന്നത് പോലെ തോന്നും. ആ പൂട്ടിയ മുറിയുടെ വാതിലിൻ്റെ അടിയിലൂടെ നടന്നു നീങ്ങിയ ആ നിഴൽ എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വീണ്ടും തെളിയും. അപ്പോൾ ഇന്നും അറിയാതെ ഞാനൊന്ന് ചുറ്റും നോക്കും. ആ മുറിക്കുള്ളിൽ അന്ന് ശരിക്കും ആരായിരുന്നു? ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.